അപ്പോൾ ഇന്ന് അമ്മയും കൂടിയിട്ടാട്ടോ മീൻ മേടിക്കാൻ പോയത്. ഇവിടെ സ്ഥിരം മേടിക്കുന്ന ആളിൽ നിന്ന് മാത്രമേ മീൻ മേടിക്കുള്ളൂ. അവർ വന്നില്ലെങ്കിൽ മാത്രമേ വേറെ ആളിൽ നിന്ന് മീൻ മേടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരാകുമ്പോൾ നമുക്ക് വില കുറച്ച് തരും ചെയ്യും, പിന്നെ നല്ല പോലെ തൂക്കം തരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് മേടിച്ചത് പുതിയാപ്പിളക്കോരയാണ്. ഈ മീനിന് ഇവിടെ പറയുക പുതിയാപ്പിളക്കോര എന്നാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേര് പറയുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ ഇതിന് പുതിയാപ്പിളക്കോര എന്ന് പറയാം. പക്ഷേ പല സ്ഥലങ്ങളിലും കിളിമീൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേഗം തന്നെ വെട്ടിയെടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഈ പുതിയാപ്പിളക്കോര. നല്ലപോലെ ഫ്ലഷൊക്കെ ഉണ്ടാവണ ഫ്ലഷുള്ള ഒരു മീനാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കായം വരഞ്ഞ് കായം പറത്തി വറുത്തെടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ വെക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞനായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വേഗം തന്നെ മുളകിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ടേസ്റ്റൊക്കെ നോക്കി അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മുള്ളഞ്ചക്ക പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഉണ്ണി കൂടിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ നേരെ വന്നിട്ട് ഈ പുതിയാപ്പിളക്കോര കായം പറ്റി വെച്ചത് അത് വറക്കാനും ഇട്ടു. പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു, മുരിങ്ങാക്കായും ചക്കക്കുരിയും കൂടി വെച്ചത്, അതൊക്കെ വറവിട്ട് എടുത്ത് എല്ലാ ചോറൊക്കെ പാത്രത്തിലാക്കി എല്ലാ കറികളൊക്കെ പാത്രത്തിലാക്കി നേരെ മേശയമ്മ കൊടുന്ന് വെച്ചു. എന്നിട്ട് ഇഷാനും ഫുഡ് കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.